പാണം കത്തനമ്മ വായത്തിലേറ്റി ഒരു പേരാണ് മറ്റാരുമല്ല സഞ്ജു സാംസൺ. കുടല് കത്തണമ്മ പ്രാണം പെടഞ്ഞിട്ട് ദൈവേ ഓണം പഴക്കലമ്മ. ആ മുടച്ചിരിക്കണ്ടില്ലേ മണിപ്പേശ്വരന്മാര്. മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് നമുക്ക് പൊളിക്കാം. ട്രാക്ക് ഇട്ട് ഒരു പേരാണ് മറ്റാരുമല്ല സഞ്ജു സാംസൺ അല്ലേ എന്ന് പറഞ്ഞ പോലെ. തീർച്ചയായിട്ടും കാര്യം താങ്ക്സ് എബ്രിഷൈൻ ആൻഡ് സ്പാറ്റ് ടീം ഈ ക്യാമ്പസിലേക്ക് വരാൻ പ്രത്യേകിച്ച് സാറിന് ബിജു വർഗീസ് സാറിന് ഒരുപാട് നന്ദി പറയുന്നു. ഈ സഞ്ജു സാംസന്റെ പേര് പറയുന്നത് പോലെ തന്നെ ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. പ്രിയപ്പെട്ട കലാഭവൻ മണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഞാൻ ഈ മണിച്ചേട്ടൻ്റെ പാട്ടുകളൊക്കെ പാടും. അപ്പോൾ ഞാൻ ഈ 1983 ആക്ഷൻ ഹീറോ ബിജു ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ സെറ്റിൽ നിന്ന് പാട്ട് പാടും. അപ്പോൾ അന്ന് ഈ പാട്ട് പാടുമ്പോൾ നമുക്കൊരു അപ്പോൾ ആ പാട്ട് തന്നെ നമുക്കറിയാം. ഞാനും എൻ്റെ ആളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി, കപ്പലിലാണ് ആ കുപ്പായക്കാരി വെങ്കായം പൊക്കി. ഞാനൊന്നു നോക്കി അവരെന്നെയും നോക്കി, 40 പേരും ശിഷ്യന്മാരും ഒന്നിച്ചു നോക്കി. അടിപൊളി. നിങ്ങൾക്ക് ഞാനൊരു കൈ കയറിയാണ്. അടിപൊളി. എന്തോ ഉമ്മൻചാണ്ടിയെങ്കിലും വേണം, വേണം എന്തെങ്കിലും ഒരു ശബ്ദം. നമ്മൾ ഇത്രയും പേര് കൈ എടുക്കാം. ഒരു ശബ്ദം. ബാബു നമ്പൂതിരി അല്ല, ബാബു നമ്പൂതിരി അല്ല. ഞാൻ സത്യം ക്യാമ്പസ് ഫാൻസ് എത്ര പേരുണ്ട്? ഒന്ന് കൈ എടുക്കാം. മെസ്സി ഫാൻസ് എത്ര പേരുണ്ട്? അപ്പൊ ഞാനത് പറയുന്നത് മറ്റൊന്നുമല്ല, നമുക്ക് ഈ കമന്ററി എന്ന് പറയുമ്പോൾ ഷൈജു ദാമന്റെ കമന്ററിയാണ് നമുക്ക് ആവശ്യം അല്ലേ. അപ്പൊ അന്ന് ഒരു അയർലൻഡുമായിട്ടുള്ള കളിക്ക് നമ്മുടെ പ്രിയപ്പെട്ട റൊണാൾഡോ ഒരു ഗോൾ അടിച്ചപ്പോൾ ഈ ഷൈജു ദാമന്റെ കമന്ററി ഉണ്ട്. ആ കമന്ററി അതിനെക്കുറിച്ച് പറയുന്ന ഒരു സാധനം ഞാൻ ചെയ്യാം. പക്ഷെ അതിനൊരു ആരവമാണ്. അതായത് ഈ കമന്ററി പറയുമ്പോൾ നമുക്ക് ഞാൻ സാധാരണ ഒരു പെനാൽറ്റി കിക്കാണ്, അതിൽ ഫ്രീ കിക്കാണ്. ഫ്രീ കിക്ക് ആകുമ്പോൾ അദ്ദേഹം ഇങ്ങനെ അപ്പൊ ഈ ഞാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ കൈയടിക്കണം കേട്ടോ. ഇതിൽ ആരവം കിട്ടുള്ളൂ. ഷൈജുദാമൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതാ കാത്തിരിക്കുന്ന ഗോൾ അദ്ദേഹം അടിക്കാൻ പോകുന്നു. മനോഹരമായ അടയാളപ്പെടുത്തുക കാലമേ ഇത് ഘടികാരങ്ങൾ. അക്കരെ നിന്നൊരു മാരനെ കണ്ടപ്പോൾ എന്നെ മറന്നില്ലേ പെണ്ണെ, നീ എന്നെ മറന്നില്ലേ. അവൻ ഇക്കര വന്നപ്പോൾ നാട്ടുകാർക്ക് എന്നെ നീ ഒറ്റുകൊടുത്തില്ലേ പെണ്ണെ, നീ ഒറ്റുകൊടുത്തില്ലേ. ചാഞ്ഞു നിൽക്കണ പൂത്തമാവിന്റെ കുമ്പത്തെ ചില്ലയിൽ കയറിയത് മറ്റൊന്നുമല്ല. ചാഞ്ഞു നിൽക്കണ പൂത്തമാവിന്റെ കൊമ്പത്തെ ചില്ലയിൽ കയറിയത് പൂർണ്ണചന്ദ്രനെ കാണാനല്ല, പൂപ്പറിക്കാനല്ല. ആദിരാവിലെ പാലമരത്തിൽ മൂന്ന് ചിലയ്ക്കുമ്പോൾ കോർത്തു പിഞ്ചിയ കയറിന്റെ തുമ്പത്ത് തൂങ്ങി. പെണ്ണെ കൈകൊട്ടു പെണ്ണെ, കൊഞ്ചും വളയിട്ട് കൈകൊട്ട്.